ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. 2023 ജൂലൈ മാസത്തിലെ കറണ്ട് അഫയേഴ്സിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എന്റെ പേര് ആന്റണി രാജ്. ഏവർക്കും അഡ്വോക്ക് ലേണിംഗിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യ പോയിന്റിലേക്ക് കിടക്കാം. ആദ്യ പോയിന്റ് എന്ന് പറയുന്നത് കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുത്തത് ആരെയാണ്? കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുത്ത ആളുടെ പേരാണ് HS പ്രണോയ്. ഓർത്തു വെച്ചോളൂ, HS പ്രണോയ്. നല്ല ചോദ്യമായിരിക്കും. കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുത്തത് ആരെയാണ്? HS പ്രണോയ്. ബാഡ്മിന്റൺ താരമായ HS പ്രണോയ് ആണ് തെരഞ്ഞെടുത്തത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ പഠന രീതിയിൽ ഇന്ത്യയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത്? അല്ലെങ്കിൽ ഡിജിറ്റൽ പഠന രീതി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏത്? അത് പഞ്ചാബാണ്. രണ്ടാം സ്ഥാനം നമ്മുടെ കേരളമാണ്. അപ്പോൾ ഡിജിറ്റൽ പഠന രീതിയിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏത്? പഞ്ചാബ്. രണ്ടാം സ്ഥാനം കേരളമാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് അവിടെ ക്ലിയർ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച സംസ്ഥാനം കേരളമാണ് എന്നുള്ള പോയിന്റും നമുക്കറിയാം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ കേരളം തന്നെയാണ്. അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2023. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2023 വേദി ബാങ്കോക്ക്, തായ്ലൻഡ് ആണ്. ബാങ്കോക്ക് ആണ് വേദിയായത്. ജേതാക്കളായത് ജപ്പാനാണ്. രണ്ടാം സ്ഥാനം ചൈന നേടി. മൂന്നാം സ്ഥാനം ഇന്ത്യ നേടി. അപ്പോ ജപ്പാൻ ജേതാക്കളായി, രണ്ടാം സ്ഥാനം ചൈന കൊണ്ടുപോയി, മൂന്നാം സ്ഥാനം ഇന്ത്യ നേടി. എന്ത്? ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2023. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2023 വേദി ബാങ്കോക്ക് ആണ്. ജേതാക്കൾ ജപ്പാൻ, ചൈന, ഇന്ത്യ. ഇന്ത്യക്ക് എത്ര മെഡൽ കിട്ടി? ഇന്ത്യക്ക് എത്ര മെഡൽ കിട്ടി? 6 സ്വർണം ഇന്ത്യക്ക് ലഭിച്ചു. അതുപോലെ 12 വെള്ളി ഇന്ത്യക്ക് ലഭിച്ചു. വെങ്കലം 9 ലഭിച്ചു. നോക്കൂ, 6ന്റെ ഇരട്ടി 9, 6 സ്വർണം 12 വെള്ളി. 6 തിരിച്ചിട്ടാലോ അത് 9 ആയി, അത് വെങ്കലം. 6, 12, 9 ഓർത്തിരിക്കാൻ എളുപ്പമായി. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 27 എന്ന് കിട്ടും. 27. അപ്പൊ മൂന്നാം സ്ഥാനം നേടിയ ഇന്ത്യക്ക് എത്ര മെഡൽ കിട്ടി? 27 മെഡൽ കിട്ടി. ഓക്കെ, അതാണ് വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2023 കുറിച്ച് പറയാനുള്ളത്. ഭാഗ്യചിഹ്നം, വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗ്യചിഹ്നം ഹനുമാൻ ആയിരുന്നു. ഹനുമാൻ കേട്ടോ. വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2023 ഭാഗ്യചിഹ്നം എന്തായിരുന്നു? ഹനുമാൻ. ഓക്കെ, നമ്മൾ വാർത്താവിനിമയ ഉപഗ്രഹങ്ങളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കൂ, ലോകത്തിലെ ഏറ്റവും വലിയ വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ വാർത്താവിനിമയ ഉപഗ്രഹത്തിന്റെ പേരാണ് ജൂപ്പിറ്റർ 3. ഇതാണ് അതിന്റെ പേര്, ജൂപ്പിറ്റർ 3. ലോകത്തിലെ ഏറ്റവും വലിയ വാർത്താവിനിമയ ഉപഗ്രഹത്തിന്റെ പേരാണ് ജൂപ്പിറ്റർ 3. ഈ ജൂപ്പിറ്റർ 3 എന്ന് പറയുന്ന വാർത്താവിനിമയ ഉപഗ്രഹം അത് വികസിപ്പിച്ചത് ഏത് കമ്പനിയാണ്? ജൂപ്പിറ്റർ 3 എന്ന് പറയുന്ന വാർത്താവിനിമയ ഉപഗ്രഹം വികസിപ്പിച്ച കമ്പനിയാണ് സ്പേസ് എക്സ്. സ്പേസ് എക്സ് സ്വകാര്യ കമ്പനിയാണ്. സ്വകാര്യ കമ്പനി സ്പേസ് എക്സ് എന്ന് പറയുന്നത് ഒരു സ്വകാര്യ കമ്പനിയാണ്. അപ്പൊ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹം, അതെ, സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹം. ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹത്തിന്റെ പേര് ജൂപ്പിറ്റർ 3 ആണ്. അമേരിക്കയിലുള്ള ഒരു സ്വകാര്യ കമ്പനിയാണ് സ്പേസ് എക്സ് എന്ന് പറയുന്നത്. ബഹിരാകാശ വാഹനങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഒരു സ്വകാര്യ കമ്പനിയാണ് സ്പേസ് എക്സ് എന്ന് പറയുന്നത്. ഇലോൺ മസ്ക് അല്ലെ, അദ്ദേഹമാണ് ഇതിന്റെ ഓണർ. നമ്മൾ കേട്ടിട്ടുള്ള മനുഷ്യനാണ്. അടുത്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്കറിയാം, 5th ജനറേഷൻ കമ്പ്യൂട്ടറുകളിലെ സാങ്കേതിക വിദ്യയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി ഇപ്പോൾ ചാറ്റ് ബോട്ടുകളൊക്കെ പുറത്തിറങ്ങുകയാണ്. ചാറ്റ് ബോട്ടുകൾ അല്ലെ. ചാറ്റ് ബോട്ടുകൾ എന്നൊക്കെ പറയുമ്പോൾ ചാറ്റ് GPT എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞാൽ അല്ലെ. അപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ തലസ്ഥാനം, ഇന്ത്യയിലെ തലസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഹൈദരാബാദ് ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ
ഇന്ത്യയിലെ തലസ്ഥാനമാണ് ഹൈദരാബാദ്. അപ്പോ അത് ഓർത്തിരിക്കാനായിട്ട് നമ്മൾ ഒരു പോയിന്റ് ഓർത്തു. നിങ്ങൾ GK പോയിന്റ് പഠിക്കുമ്പോൾ പറയും ഹൈടെക് സിറ്റി ഏത്? ഹൈദരാബാദ് എന്ന് പഠിക്കും. ഹൈടെക് സിറ്റി ഏത്? ഹൈദരാബാദ് എന്ന് നിങ്ങൾ പഠിക്കും. ഹൈടെക് സിറ്റി ഹൈദരാബാദ് എന്നുള്ള രീതിയിൽ ഓർത്താൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ തലസ്ഥാനം ഹൈദരാബാദ് എന്ന് പഠിക്കാനും എളുപ്പമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ തലസ്ഥാനം ഹൈദരാബാദാണ്. ഓക്കെ, ഈ ഹൈദരാബാദിലാണ് രാജീവ് ഗാന്ധി വിമാനത്താവളം ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, രാജീവ് ഗാന്ധി വിമാനത്താവളം ഹൈദരാബാദാണ്. ഹൈടെക് സിറ്റി ഹൈദരാബാദാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ തലസ്ഥാനം ഹൈദരാബാദാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് പറഞ്ഞത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു ഭാഗത്തിലേക്ക് വരുമ്പോൾ 2023 ആർട്ടിസ്റ്റ് നമ്പൂതിരി അന്തരിക്കുന്നത്. ആർട്ടിസ്റ്റ് നമ്പൂതിരി എന്നാണ് പൊതുവെ അദ്ദേഹം അറിയപ്പെടുന്നത്, അല്ലെ? വളരെയധികം പ്രശസ്തനായ ഒരു ചിത്രകാരനാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി. അപ്പോൾ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്ത് എന്നുള്ളത് ചോദ്യമായിട്ട് വരാം, അല്ലെ? ഇപ്പോ ലതാ മങ്കേഷ്കറുടെ യഥാർത്ഥ പേരെന്ത് എന്ന് ചോദിച്ചാൽ ഹേമ മങ്കേഷ്കർ എന്ന് ചോദിച്ചതുപോലെ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ യഥാർത്ഥ പേര് ചോദിച്ചാൽ KM വാസുദേവൻ നമ്പൂതിരി എന്നാണ് പേര്. KM വാസുദേവൻ നമ്പൂതിരി. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ യഥാർത്ഥ പേര് KM വാസുദേവൻ നമ്പൂതിരി. നല്ല പോയിന്റ് ആണ്, ഓർത്തു വെച്ചോ. KM വാസുദേവൻ നമ്പൂതിരി എന്നാണ്. അപ്പോൾ ആർട്ടിസ്റ്റ് നമ്പൂതിരി എന്ന പേര് അദ്ദേഹം ഈ അടുത്തിടയ്ക്കാണ് അന്തരിക്കുന്നത്. 2023 ജൂലൈയിലാണ് അന്തരിക്കുന്നത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് KM വാസുദേവൻ നമ്പൂതിരി. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് രേഖകൾ എന്ന് പറയും. നല്ല പോയിന്റ് ആണ് ചോദിച്ചാൽ. ആർട്ടിസ്റ്റ് നമ്പൂതിരി അല്ലെങ്കിൽ KM വാസുദേവൻ നമ്പൂതിരിയുടെ ആത്മകഥയുടെ പേരെന്ത്? രേഖകൾ എന്നാണ് ആത്മകഥയുടെ പേര്. ഇനി ഇദ്ദേഹത്തെ VKN എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ വിശേഷിപ്പിച്ചത് എന്താണ്? വരയുടെ പരമശിവൻ എന്നാണ് വിശേഷിപ്പിച്ചത്. വരയുടെ പരമശിവൻ എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് ആരെ? ആർട്ടിസ്റ്റ് നമ്പൂതിരിയെ. അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് നമ്പൂതിരിയെ വരയുടെ പരമശിവൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? VKN. രണ്ട് രീതിയിൽ ചോദ്യം വന്നാലും ഉത്തരം എഴുതാൻ കഴിയണം. ഓക്കെ, ഇവിടെ VKN പരാമർശിച്ചത് ഒന്ന് പ്രത്യേകം ഓർത്തു വെച്ചോളൂ. രേഖകൾ പ്രത്യേകം ഓർത്തു വെക്കുക. KM വാസുദേവൻ നമ്പൂതിരി ഓർത്തുക. 3 പോയിന്റുകളാണ്. KM വാസുദേവൻ നമ്പൂതിരി, രേഖകൾ, വരയുടെ പരമശിവൻ, VKN. ഇത്രയും പോയിന്റ് അവിടെ ഓർക്കണം. ചോദ്യത്തിനുള്ള സാധ്യത അവിടെയുണ്ട്. കാലവർഷത്തിൽ 1000 മില്ലിമീറ്റർ മഴ ലഭിച്ച കേരളത്തിലെ ഒരേ ഒരു ജില്ല ഏത്? പരീക്ഷയുടെ ചോദ്യമായിട്ട് വരാം. കാലവർഷത്തിൽ 1000 മില്ലിമീറ്റർ മഴ ലഭിച്ച കേരളത്തിലെ ഒരേ ഒരു ജില്ല ഏത്? അതാണ് കാസർഗോഡ് കേട്ടോ. 1000 മില്ലിമീറ്റർ മഴ ലഭിച്ച ഒരേ ഒരു ജില്ല കഴിഞ്ഞ കാലവർഷത്തിൽ ആർക്ക് ലഭിച്ചു? കാസർഗോഡിന് ലഭിച്ചു. കാസർഗോഡിന് ഒരുപാട് വിശേഷണങ്ങൾ. ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ലയാണ് ഏത്? കാസർഗോഡ്. കേരളത്തിൽ അവസാനം വന്ന ജില്ല, സപ്തഭാഷാ സംഗമ ഭൂമി, നദികൾ കൂടുതൽ, ബേക്കൽ കോട്ട, ബേക്കൽ ബീച്ച്, ചന്ദ്രഗിരി കോട്ട, ഹോസ്ദുർഗ് കോട്ട, ഹോസ്ദുർഗ് കോട്ട, കാഞ്ഞങ്ങാട് കോട്ട, പുകയില കൂടുതൽ, അടയ്ക്ക കൂടുതൽ, ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ജില്ലയാണ് ഇത് കാസർഗോഡ്. അപ്പൊ ആ കാസർഗോഡ് ഇവിടെ ഒരു പോയിന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. അടുത്തത് കേരള പോലീസിന്റെ ആണ് DDAD എന്ന് പറയുന്ന ഒരു പദ്ധതി. ഡിജിറ്റൽ അഡിക്ഷൻ ശ്രദ്ധിക്കൂ. കുട്ടികളിലെ ഡിജിറ്റൽ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊബൈൽ ഫോൺ അടിമകൾ, അശ്ലീല വെബ്സൈറ്റുകൾക്ക് അടിമകൾ, അങ്ങനെ ഒരുപാട് അടിമകൾ നമ്മുടെ നാട്ടിൽ കുട്ടികളുടെ ഇടയിലുണ്ട്. അപ്പോ ഡിജിറ്റൽ ഡി അഡിക്ഷൻ അതാണ് ഇതിന്റെ പൂർണ്ണരൂപം. അപ്പൊ കുട്ടികളില് മൊബൈൽ ഫോൺ അടിമകളായ അല്ലെങ്കിൽ ഡിജിറ്റൽ അടിമകളായ കുട്ടികളെ കൗൺസിലിങ്ങിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് DDAD എന്ന് വിളിക്കും. പദ്ധതിയുടെ പേര് മറക്കണ്ട, DDAD. ഓക്കെ, അടുത്ത പോയിന്റ്, 4 വർഷത്തെ ബിരുദ കോഴ്സുകൾ ആരംഭിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല ഏതാണ്? അത് കേരള സർവകലാശാലയാണ്. 1937 ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി എന്ന പേരിൽ നിലവിൽ വന്നു. 1957 അത് കേരള സർവകലാശാലയായി. ഇതാണ് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല. അപ്പോൾ 4 വർഷ
ബിരുദ കോഴ്സുകൾ ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് കേരള സർവകലാശാല എന്ന പോയിന്റ് ഓർക്കുക. 2 കമ്പനികളെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മൈക്രോസോഫ്റ്റ് എന്ന കമ്പനി, മെറ്റ എന്ന കമ്പനി. വളരെ പ്രശസ്തിയുള്ള 2 കമ്പനികളാണ്. മൈക്രോസോഫ്റ്റിന്റെ പ്രത്യേകത നമുക്കറിയാം, വിൻഡോസ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കുന്നു. മെറ്റ എന്നുള്ളതും നമുക്കറിയാം, ഫേസ്ബുക്ക് അല്ലെ, ഫേസ്ബുക്ക്, വാട്സാപ്പ് അല്ലെ, ഇതിന്റെയൊക്കെ മാതൃ കമ്പനിയാണ് മെറ്റ എന്ന് പറയുന്നത്. മൈക്രോസോഫ്റ്റും മെറ്റയും ഈ 2 കമ്പനികൾ കൂടി ചേർന്നിട്ട് ഒരു ചാറ്റ് ബോട്ട് രൂപീകരിച്ചു. അതിന്റെ പേരാണ് ലാമ 2 എന്നാണ് പേര്. ലാമ 2 എന്നാണ് പേര്. BARD, ബാർഡ്. ഗൂഗിൾ പുറത്തിറക്കിയതാണ്. ഗൂഗിൾ പുറത്തിറക്കിയ ചാറ്റ് ബോട്ടാണ് ബാർഡ്. അതുപോലെ ജെമിനി. ഈ പേരുകളൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടു കാണും. പിന്നെ വേറൊരെണ്ണമുണ്ട് ചാറ്റ് GPT. മൈക്രോസോഫ്റ്റ് കൂടുതൽ നിക്ഷേപം നടത്തിയ ചാറ്റ് ബോട്ടാണ് ചാറ്റ് GPT. ബാർഡ്, ജെമിനി ഗൂഗിളിന്റെയാണ്. ഓക്കെ. അതുപോലെ ലാമ 2 എന്ന ചാറ്റ് ബോട്ടിലേക്ക് സഹകരിച്ചത് മൈക്രോസോഫ്റ്റും മെറ്റയുമാണ്. മൈക്രോസോഫ്റ്റ്, മെറ്റ. ഓക്കെ. ഇനി അടുത്തത് ടൈം മാഗസിൻ എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. ടൈം മാഗസിൻ 2023 കഴിഞ്ഞ 100 വർഷത്തെ മികച്ച ചിത്രങ്ങളുടെ ലിസ്റ്റ് പുറത്തിറക്കി. കഴിഞ്ഞ 100 വർഷത്തെ മികച്ച ചലച്ചിത്രങ്ങളുടെ ലിസ്റ്റ് പുറത്തിറക്കി. അതിനകത്തുണ്ടായിരുന്ന ഇന്ത്യൻ ചിത്രം ഏത്? ഇന്ത്യൻ ചിത്രത്തിന്റെ പേരാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ട്, പതേർ പാഞ്ചാലി അല്ലെ, പതേർ പാഞ്ചാലി. ടൈം മാഗസിൻ പുറത്തിറക്കിയ കഴിഞ്ഞ 100 വർഷത്തെ മികച്ച ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ചിത്രം ഏത്? പരീക്ഷ ചോദ്യമായിട്ട് വരാം. അപ്പൊ പതേർ പാഞ്ചാലി ഓർമ്മയിലിരിക്കുക, പതേർ പാഞ്ചാലി. സത്യജിത് റേ നമുക്ക് പരിചയമുള്ള ആളാണ്. സത്യജിത് റേ അദ്ദേഹത്തിന്റെ ഒരു ചെറുകഥ ചിത്രകഥാരൂപത്തിൽ പുറത്തിറങ്ങി. അപ്പൊ സത്യജിത് റേയുടെ ഏതു ചെറുകഥയാണ് ചിത്രകഥാരൂപത്തിൽ പുറത്തിറങ്ങിയത്? ആ ചെറുകഥയുടെ പേരാണ് ഖഗം എന്നാണ് പേര്. ഖഗം ഓർത്തു വെച്ചോളൂ. ഖഗം എന്നാണ് പേര്. ഖഗം. ഓക്കെ. അപ്പോ ഈ ഒരു ചെറുകഥ സത്യജിത് റേയുടെയാണ്, ചിത്രകഥാരൂപത്തിലാണ് പുറത്തിറങ്ങിയത്. അത് നിങ്ങൾ പ്രത്യേകം ഓർത്തു വെച്ചു. ഖഗം എന്നുള്ളത് ഓർത്തു വെക്കുക. ഖഗം. അടുത്തത് ഒരു സംയുക്ത സൈനിക അഭ്യാസമാണ് ജിമെക്സ് എന്ന് പറയും. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ്. അപ്പോ 70ാമത് ജിമെക്സ് എന്ന് പറയുന്ന സംയുക്ത സൈനിക അഭ്യാസത്തിന് എല്ലാ വർഷവും ഇത് നടന്നു പോകും. എല്ലാ വർഷവും ഇത് നടക്കുന്നുണ്ട്. 7ാമത് ജിമെക്സ് എന്ന സംയുക്ത സൈനിക അഭ്യാസത്തിന് വേദിയായത് ദക്ഷിണേന്ത്യയിലെ ഒരു പട്ടണമാണ് വിശാഖപട്ടണം. ഓർത്തു വെച്ചോളൂ, വിശാഖപട്ടണം. ജിമെക്സ് 2023 വേദി, അല്ലെങ്കിൽ 7ാമത് ജിമെക്സ് വേദി ഏത്? ജിമെക്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, സംയുക്ത സൈനിക അഭ്യാസമാണ്. വേദി വിശാഖപട്ടണം, ആന്ധ്രാപ്രദേശ് ആണ്. ഓർത്തിരിക്കുക. അടുത്തത് ആദർശ് കുമാർ ഗോയലാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ചെയർമാൻ ആയിരുന്നത്. നമുക്കറിയാമായിരുന്നു. അദ്ദേഹം വിരമിച്ച സാഹചര്യത്തിൽ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ അധ്യക്ഷനായിട്ട് ആരെ നിയമിച്ചു? താൽക്കാലിക അധ്യക്ഷനാണ്. അദ്ദേഹത്തിന്റെ പേര് ജസ്റ്റിസ് ഷിയോ കുമാർ സിംഗ് എന്നാണ് പേര്. ജസ്റ്റിസ് ഷിയോ കുമാർ സിംഗ്. ജസ്റ്റിസ് ഷിയോ കുമാർ സിംഗ്. ഓർത്തു വെച്ചു, ഷിയോ കുമാർ സിംഗ്. ഓക്കെ. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ അധ്യക്ഷൻ. അടുത്ത പോയിന്റില് മെഡിസെപ്പ് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. മെഡിസെപ്പ്, MEDISEP അല്ലെ, മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. ഈ മെഡിസെപ്പ് നിലവിൽ വന്ന കാര്യങ്ങളൊക്കെ വാർത്തകളിലൂടെ നമ്മൾ അറിഞ്ഞതാണ് അല്ലെ. മെഡിസെപ്പ് 2022 നിലവിൽ വരുന്നത്. മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. മെഡിസെപ്പിൽ പുതിയതായി ഉൾപ്പെടുത്തിയ 2 രോഗങ്ങൾ, അതാണ് ഡെങ്കിപ്പനിയും കോവിഡും. കേട്ടോ, മെഡിസെപ്പ് പദ്ധതിയിലേക്ക് പുതിയതായി ചേർത്ത രോഗങ്ങളാണ് ഏത്? ഡെങ്കിപ്പനിയും കോവിഡും. ഓക്കെ. അപ്പോ ഇത്രയും ഭാഗത്ത് പറഞ്ഞതോടുകൂടി 2023 ജൂലൈ മാസത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ പൂർത്തിയായി.
പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി.